കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ജയോത്സവത്തിൻ്റെ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സകല ഭാരങ്ങളെയും നമ്മുടെ സകല പാപങ്ങളെയും ഒരിക്കലായി എന്നേക്കുമായി ക്രൂശിൽ ചുമന്ന് ഒഴിച്ചു നമ്മളെ സ്വതന്ത്രരാക്കി. വട്ടപ്പാറയിൽ നടന്ന അനുഗ്രഹിക്കപ്പെട്ട TVS മീറ്റിങ്ങിൽ വെച്ച് തോമസ് ഡോയറിലൂടെ കേട്ട ദൈവവചനം എല്ലാവർക്കും വലിയ അനുഗ്രഹമായിരുന്നു. വലിയ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആ TV പ്രോഗ്രാമിലേക്ക് ഒരുമിച്ച് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയാ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. പത്രോസ് 2:24-25 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ചുമന്നു, നമ്മുടെ ഭാരം അവൻ ചുമന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവളെ നിങ്ങളും കൂടെ തന്നെ ചുമക്കുന്നതെന്ന് ചോദിച്ചേ. ആരിലും ഒരാൾ ചുമന്നാ പോരെ? നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു. അടുത്ത വാക്യം, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യവും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നിട്ട് നമുക്ക് പാപമോചനം, കർത്താവ് ക്രൂശിൽ മരിച്ച ഉടനെ ലോകത്തിൽ എല്ലാവർക്കും അങ്ങ് പാപമോചനം വന്നോ? ഇല്ല. അത് അടച്ചു തീർത്തു. ഇനി ഓരോ വ്യക്തിയും അത് വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോഴാണ് ആ വ്യക്തിയുടേതായി മാറുന്നത്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് പറയുന്നു ക്രൂശിൽ യേശു മരിച്ചപ്പോൾ എൻ്റെ പാപവും കൂടെ എടുത്തു മാറ്റി എന്ന് ധൈര്യമായിട്ട് പറയുന്ന എത്ര പേരുണ്ട്? ഇപ്പം മാറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാറ്റിയോന്ന് അറിയാൻ മേലെന്ന് പറഞ്ഞാൽ മാറ്റിയിട്ടില്ല. ഇപ്പം പിടി കിട്ടിയോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഹലോ, മാറ്റിയോ ഇല്ലയോ? മാറ്റി ഉറപ്പുള്ളവർ കര ഉയർത്തിപ്പിടിച്ചു. ചില കൈകളെങ്ങാണ്ടൊക്കെ ഉയരാതുണ്ട്. നിങ്ങൾ കൈ ഉയർത്തി അവിടെ ആ കയ്യിലാന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാ തീരുമാനം. ഇത്രയേ ഉള്ളൂ സുവിശേഷം. ഇപ്പം ഞാൻ വീട്ടിൽ തീർക്കേണ്ട ഒരു കടം എനിക്ക് ബാങ്കിൽ തീർക്കാനില്ല. ഇവിടുത്തെ കർത്താവിൻ്റെ ദാസൻ ജോസി ബ്രദർ എന്നെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് അദ്ദേഹം അത് വീട്ടുകയാണ്. പക്ഷെ ഞാൻ അറിയുന്നില്ലെങ്കിൽ എൻ്റെ ഭാരം പാവുമോ? ഇല്ല. ഉടനെ അദ്ദേഹം വീട്ടിയ ശേഷം അദ്ദേഹം സാബു ബ്രദറിനോട് പറയാണ്, തോമസ് കുട്ടി ബ്രദറിനൊന്ന് ഓടിച്ചെന്ന് പറഞ്ഞേക്കണേ, അദ്ദേഹത്തെ ആ കടക്കാരെല്ലാം കൂടെ പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ, ഒന്ന് ഓടിച്ചെന്നൊന്ന് പറഞ്ഞേക്കണേ, അവിടെ കൊടുത്തു തീർത്തെന്ന്. ഉടനെ സാബു ബ്രദർ ഓടി വന്ന് പറയാ, തോമസ് കുട്ടി ബ്രദറേ, പിന്നെ ഒന്നും പേടിക്കേണ്ട കേട്ടോ, നിങ്ങൾ കൊടുക്കാനിരുന്ന മുഴുവൻ പൈസയും ജോസി ബ്രദർ കൊടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അവിടെ പൈസ അടച്ചു തീർത്തെങ്കിലും എനിക്ക് വിടുതൽ കിട്ടിയോ? കിട്ടിയില്ല. ഞാൻ അറിയണം. എന്ത് ചെയ്യണം? അറിഞ്ഞേറ്റെടുത്താൽ മാത്രം പോരാ. കുറെ പേരെന്നെ പിടിച്ചു വെച്ചിരിക്കായിരുന്നു കൂടെ വെച്ച ബാങ്കിന്റെ ആൾക്കാർ. പോടാ നീയൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേക്കോ ഇല്ലയോ? അതാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന ശുശ്രൂഷ. നിങ്ങളെ പിടിച്ചുപെടുത്തിരിക്കുന്ന പാരമ്പര്യത്തിന്റെ ശക്തികളെ തോമസ് കുട്ടി ബ്രദർ അല്ല പൊട്ടിക്കുന്നത്, നിങ്ങളാ പൊട്ടിക്കുന്നത്. ഇനി നീ ചെയ്ത പാപമോ, നിന്റെ പിതാക്കന്മാർ ചെയ്ത പാപമോ, നിന്റെ രോഗമോ, നിന്റെ ശാപമോ ഒന്നും നിന്റെ മേൽ ഇരിക്കാൻ അനുവാദമില്ല. ആ മഹാസ്നേഹവാൻ എന്റെയും നിങ്ങളുടെയും പാപം ചുമന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ ബന്ധനങ്ങളെ എറിഞ്ഞു കളക. അടുത്തിരിക്കുന്ന ആൾ പറ, ഒരു ബ്രദറും വന്ന് കെട്ട് പൊട്ടിക്കത്തില്ല, ഒരു ദൈവദാസനും വന്ന് ബന്ധനം അഴിച്ചു തരത്തില്ല. നാം അവരുടെ
കെട്ടുകളെ പൊട്ടിച്ച് അവന്റെ കയറുകളെ എറിഞ്ഞുകളക. പൊട്ടിച്ചു തരാവോ എന്നും ചോദിച്ച് നടക്കുന്ന നാളുകൾ കഴിഞ്ഞു. ഇന്നൊരു ശുഭ സന്ദേശം, സുവിശേഷം, ഗോസ്പൽ നിങ്ങളെ അറിയിക്കാൻ എന്നെ വിട്ടിരിക്കുക. നിന്റെ പാപം മുഴുവൻ പരിഹരിച്ചു. നീ കൊടുത്തു തീർക്കേണ്ടത് മുഴുവൻ യേശു കൊടുത്തു തീർത്തു. ഇനി ഒരു രോഗത്തിനും ഒരു ദുഷ്ടനും ഒരു ദുഷ്ടശക്തിക്കും ഒരു ശാപത്തിനും നിന്റെ മേൽ നിൽക്കാനൊക്കത്തില്ല. നിന്റെ പാപത്തിന് പരിഹാരമായി സ്വർഗം നിന്റെ മുമ്പിൽ തുറന്നു. നിത്യജീവൻ നിനക്ക് സൗജന്യമാണ്. മരണാനന്തര ജീവിതം നിനക്ക് സൗജന്യമാ. നീ ഒന്നിനെ കൊണ്ട് പേടിക്കണ്ട. നീ കൽപ്പിക്കുമ്പോൾ നിന്നെ പിടിച്ചു വെച്ച സാത്താൻ ഇനി നിന്നെ പിടിച്ചു വെക്കത്തില്ല. നിന്നെ വിട്ടോടിപ്പോകും. അന്നേരമാ വിശ്വാസികളുടെ അടുത്ത് ഓരോരുത്തരും ഒന്ന് പറയാ, ഇല്ല കേട്ടോ, അയലുവക്കംകാർ ഏതാണ്ട് ചെയ്യുന്നു. അടുത്തിരിക്കുന്ന ലൂസിഫർ ചെയ്തത് പൊട്ടി, പിന്നല്ലേ അയലുവക്കംകാർ ചെയ്തത്? ഒന്ന് കൈ കൊടുത്ത് പറ. അയലുവക്കംകാർ ചെയ്തതും അവര് ചെയ്തതും പിതാക്കന്മാർ ചെയ്തതും ഒന്നും ഇനി നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പിശാച് ഈ സുവിശേഷത്തിനെതിരെ അവന്റെ ഒരു സുവിശേഷം, വേറൊരു സുവിശേഷം എന്ന് പറയുന്നത്, അങ്ങനൊന്നും നിങ്ങളുടെ പാപം പോയിട്ടില്ല കേട്ടോ, ഇതാണ് വേറൊരു സുവിശേഷം. അത് ഭാരം കൊണ്ടുവരും. കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചാലേ വിടുതലാവുള്ളൂ. ഒരു 7 വെള്ളിയാഴ്ചയും കൂടെ നോ, നീ 7 വെള്ളിയാഴ്ച ചുമക്കണ്ട, അവൻ ഒരിക്കലായി ചുമന്നു. ഇത് വിശ്വസിച്ചാൽ ഇപ്പോൾ വിടുതല. ഇത് വിശ്വസിച്ചാൽ രോഗക്കെട്ട് പോലും പൊട്ടിച്ച് നിനക്ക് ചാടി എഴുന്നേക്കാം. ആ വീൽ ചെയറിന്റെ കെട്ട് പൊട്ടും. ആ യൂറിൻ ട്യൂബിന്റെ ബന്ധനം അഴിയും. ആ ഷുഗറിന്റെ കെട്ട് പൊട്ടും. നിന്നെ എങ്ങും വിടാതെ പിടിച്ചു വച്ചിരിക്കുന്ന രോഗത്തിന്റെ കെട്ട് നീ പൊട്ടിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. ഈ പാപത്തിൽ നിന്ന് വിടുതലാവുന്നവൻ രോഗത്തിൽ നിന്ന് വിടുതലാവും, ശാപത്തിൽ നിന്ന് വിടുതലാവും ഒരുപോലെ. ഒറ്റ നിമിഷം കർത്താവിന്റെ വാക്ക് കേട്ട് കർത്താവ് ഏതെങ്കിലും രോഗിയോട് 7 വെള്ളിയാഴ്ച വാ അങ്ങനെ പറഞ്ഞോ, നിന്റെ കിടക്ക വിട്ട് ചാടി എഴുന്നേക്ക്. സ്തോത്രം. അപ്പം ഈ രോഗസൗഖ്യത്തിലായാലും പാപമോചനം കിട്ടുന്നിടത്താൽ എനിക്കൊരു ഭാഗമുണ്ട്. ഉറക്കെ പറ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടും. അവന്റെ കൃപയാണ് ക്രൂശിൽ മരിച്ചത്. പക്ഷെ ഞാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യണം? അത് സ്വീകരിച്ച് ചാടി എഴുന്നേക്കണം. ഞാൻ പാപി അല്ലടാ ഉവെന്ന് ഞാൻ പറയണം. പാപം ക്ഷമിച്ചെന്ന് ചെവി കേൾക്കാൻ കാത്തിരിക്കേണ്ട. കാൽവറിയിൽ കേസ് നടത്തി വിധി പ്രസ്താവിച്ചു. ദൈവം നമ്മുടെ പാപം പോയതായി പ്രഖ്യാപിച്ചു. ഇനി ആ കോടതി വിധി കയ്യിലെടുത്തിട്ട് സാത്താനോട് പറയണം ഞാൻ പാപിയല്ല. ആരോടൊക്കെ പറയണം? ആരോടൊക്കെ പറയണം? സാത്താനോട് പറയണം. ഉറക്കെ പറ. പിന്നെ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തോട് പറയണം, ഇനി ഒരു യാഗവും ഞാൻ കഴിക്കത്തില്ല, ഞാൻ പാപിയല്ല. പിന്നെ ആരോട് പറയണം? നിന്നെ പാപിയാന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നവരോട് എല്ലാം പറയണം ഞാൻ പാപിയല്ല. എന്റെ പാപമാണ്ട് ക്രൂശിൽ കിടക്കുന്നു. എന്റെ പാപമാണ്ട് ക്രൂശിൽ കിടക്കുന്നു. ഇതിലൊക്കെ കൂടുതലായി ഞാൻ പാപിയല്ലെന്ന് ആരോടാ പറയേണ്ടതെന്നറിയോ? എന്നോട് തന്നെ. നമ്മുടെ മനസാക്ഷിയെ ഒട്ടും നമ്മളെ സമ്മതിക്കാത്ത, നമ്മളെ നീതിമാനാക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത പാർട്ടി നമ്മുടെ മനസ്സ് തന്നെ. പറ, സ്വന്തം മനസ്സിനോട് പറ, നീ അറിഞ്ഞില്ലല്ലേ, എന്നാ ചൊവ്വ അറിഞ്ഞോണം. എൻ്റെ പാപം മുഴുവൻ യേശു കാൽവറിയിൽ വഹിച്ചു. എൻ്റെ പാപം ക്ഷമിച്ചു. അവൻ്റെ നീതി എനിക്ക് തന്നു. എൻ്റെ പാപം അവൻ ചുമന്നു. ഒരു എക്സ്ചേഞ്ച് നടന്നിരിക്കുകയാണ്. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഞാൻ ക്രിസ്തുവിലൊരു പുതിയ വ്യക്തിയാണ്. ഇനി രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല. പാപത്തിന് എൻ്റെ മേൽ തൊടാനൊക്കത്തില്ല. ശാപം എന്നെ പിടിക്കത്തില്ല. അവരവരെ പൊട്ടിച്ചെഴുന്നേക്കണം. അതുകൊണ്ടാണ് യാക്കോബ് 4:7 പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി. അപ്പോസ്തല ഒന്ന് എതിർക്കാവോ എന്നും ചോദിച്ച് നടന്ന കാലം കഴിഞ്ഞ് നീ എതിർക്കണം. അടുത്തിരിക്കുന്നതാണ് പറ.
ദൈവമക്കൾക്കെല്ലാം ഇഷ്ടമുണ്ടല്ലോ. അവരുടെ പ്രാർത്ഥനാ വിഷയം ആരെയും ഏൽപ്പിച്ച് ബ്രദർ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ, പക്ഷെ ചോറുണ്ടെന്ന കാര്യം പറഞ്ഞപ്പോൾ ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ണാവോ എന്ന് ആരും ചോദിച്ചില്ലെന്ന്. കല്യാണം കഴിച്ചപ്പോഴും എനിക്ക് വേണ്ടി ബ്രദർ കെട്ടാനല്ലല്ലോ പറഞ്ഞു. അതൊന്നും വിട്ടുകൊടുത്തില്ലല്ലേ? ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞു, അതൊന്നും വിട്ടുകൊടുത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ നിനക്ക് കിട്ടിയ ഈ ലോകത്തിലെ ഒരു കുടുംബജീവിതം ഒരു പ്ലേറ്റ് ഭക്ഷണമല്ല, നിന്റെ നിത്യമായി വീണ്ടെടുപ്പ് അന്ന് ഞാൻ പിടിച്ചെടുക്കും. ആ രക്തസ്രവക്കാരി സ്ത്രീയെ പോലെ ഞാൻ അവന്റെ അടുക്കൽ ചെല്ലും, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടും. ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സൗഖ്യം കിട്ടത്തില്ലെന്ന്, നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രക്ഷയില്ലെന്ന്. മാത്രമല്ല കഴിഞ്ഞ കുറെ വർഷമായി എൻ്റെ ശരീരവും പറയുന്നു നിനക്ക് രക്ഷയില്ലെന്ന്, എൻ്റെ മനസ്സും എൻ്റെ അനുഭവം പറയുന്നു ഓ ഇനി പ്രാർത്ഥനയ്ക്കൊന്നും പോയിട്ട് ഗുണമില്ലെന്ന്. പക്ഷെ ഇന്നത്തെ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊടും, എൻ്റെ സൗഖ്യം ഞാൻ പിടിച്ചെടുക്കും. ഇന്ന് സൗഖ്യങ്ങൾ ഇവിടെ വ്യാപരിക്കുക, നീ അത് പിടിച്ചെടുക്കുന്നു. ദുഷ്ടന്റെ ഒരു പദ്ധതി നടക്കത്തില്ല. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. എത്ര പേരൊക്കെ ഉറപ്പുണ്ട് എൻ്റെ മുഴുവൻ വിഷയവും കാൽവറി തീർന്നു? പിന്നെ എന്നാ ചിരിക്കാത്ത? പിന്നെ ഒരു ഭാരമുണ്ടല്ലോ, വിട്ടിട്ടില്ല, അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മളോട് ചുമക്കുക അല്ലേ? അവിടാണ് അത് അവിശ്വാസം. ഫുള്ളായിട്ട് അങ്ങോട്ട് കൊടുത്തേ. പകുതി ഇങ്ങനെ ഭാരത്തിൽ ഇങ്ങനെ പിടിക്കണ്ട, പെട്ടിയുടെ ഒരറ്റത്ത് പിടിക്കണ്ട, മൊത്തം അങ്ങ് വിട്ടുകൊടുത്തരും. എൻ്റെ കർത്താവ് വാക്ക് മാറത്തില്ല. ഇതെല്ലാം കർത്താവ് നിനക്കും എനിക്ക് തന്ന എന്നാന്നറിയോ? നീ അവൻ്റെ കണ്ണിലെ കൺമണിയായതുകൊണ്ട്. നിന്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും പൈസ കിട്ടാനല്ല, നേർച്ച കിട്ടാനല്ല, തൻ്റെ രക്തം നിനക്കും എനിക്ക് വേണ്ടി ഊറ്റിത്തന്നത് അവൻ്റെ കണ്ണിലെ കൺമണിയാ, സ്നേഹം കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയാമോ? എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, അതെനിക്ക് ഉറപ്പാണ്. വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, അതെനിക്ക് ഉറപ്പാണ്. തൻ്റെ ജീവനേക്കാൾ അധികം പറ, തൻ്റെ ജീവനേക്കാൾ അധികം എന്നെ സ്നേഹിച്ചു, എന്നെ രക്ഷിക്കാനായി തൻ്റെ ജീവൻ കൊടുത്തു. ആമേൻ. പൊന്നോമനയാണോ അല്ലയോ? പറഞ്ഞേ, ആണോ അല്ലയോ? നമ്മൾ പോലും നമ്മുടെ മക്കൾക്ക് വേണ്ടി അത്രയും നിൽക്കത്തില്ല, എന്നാൽ കർത്താവ് തൻ്റെ അവസാന തുള്ളി രക്തം വരും. അടുത്തിരിക്കുന്ന ആൾ പറ, നിന്നെ നഷ്ടപ്പെടുന്നത് കർത്താവിന് ചിന്തിക്കാനൊക്കത്തില്ല. പിന്നെയല്ലേ മറ്റേ ആ കാര്യം, ആ വിഷയം, ആ പ്രശ്നം, അതോ എല്ലാം കർത്താവ് ഏറ്റിരിക്കുക. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഓർക്കെ പറ, ഇപ്പൊ പാപഭാരം മാത്രം പോയാൽ പോരാ, സകല ഭാരം ഇന്ന് അവന്റെ മേലൊന്ന് ഇടണം. തയ്യാറാണോ? ഇടുവോ? നമ്മൾ ഭാരം വിട്ടാലേ വാസ്തവത്തിൽ കർത്താവിൻ്റെ ആവുള്ളൂ. ആ കൈകൊടുത്തോറ, ഒന്നീ ഫയൽ നിങ്ങളുടെ കയ്യില, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഓഫീസിലാണ്. ഈ പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ എന്തുവാ ചെയ്യുന്നേ? നമ്മുടെ വിഷയത്തിന്റെ ഫയൽ ആരുടെ കൊടുക്കുക? കർത്താവിൻ്റെ കൊടുക്കുക. പക്ഷെ ചെല്ലെന്ത് ചെയ്യുമെന്നറിയാവോ? കർത്താവ് കാണാതെ കയറി തിരിച്ചെടുത്തുകൊണ്ട് പോരും. എന്നിട്ട് വീട്ടിൽ വെച്ച് നോക്കും. അന്നേരം അവരുടെ മുഖം പാകണം, അയ്യോ അത് ഗുണം, ഈ വിഷയം തീരാനുണ്ട്. അപ്പൊ കർത്താവ് അവിടെ ഫയൽ തപ്പുക, ആരുടെയില്ല? നീ എടുത്തോണ്ട് പോയി. പിന്നെ എങ്ങനെ വിടുതലാകുന്നത്? ഫയൽ അങ്ങോട്ട് കൊടുത്താൽ നീ ചിരിക്കും. സ്തോത്രം. അപ്പോസ്തലന്മാരെ അടിച്ചു, ഉപദ്രവിച്ചു, ശരീരമെല്ലാം മുറിവേൽപ്പിച്ചു. പൗലൂസിനെയും ശീലാസിനെയും ജയിലിനകത്തിട്ടു. അവർക്ക് വേണേൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കാം, ഭാരം വന്ന് വേണം. അതുകൊണ്ടാണല്ലോ ആദ്യം അവർ പ്രാർത്ഥിച്ചെന്ന്. ആദ്യം എന്ത് ചെയ്തു? പ്രാർത്ഥനയിൽ ഭാരം മാറണം. ഭാരം മാറാത്തതൊന്നും പ്രാർത്ഥനയല്ല, കർമ്മമാണ്. ചിലർ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കല്ലിരുന്ന് ഭാരപ്പെടുക, വറി ചെയ്യുക. അടുത്തിരിക്കുന്ന ആൾ പറ, പ്രയർ വാരിയർ ആകണം, പ്രയർ വാരിയർ ആകരുത്. ഞാൻ എന്നെ തന്നെ പരിശോധിച്ചപ്പോൾ പലപ്പോഴും പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് ഇരുന്ന് ഭാരപ്പെടുക എന്ന് പിടികിട്ടി. എന്നാലും കർത്താവേ അവർക്കൊക്കെ അത് വിടുതല, എൻ്റെ ദൂരമല്ല. അത് പ്രാർത്ഥനയാണോ? അത് വറിയിങ് ആണ്, അത് ഭാരപ്പെടലാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഭാരത്തിൻ്റെ ഫയൽ പറഞ്ഞേ,
വിഷയങ്ങളുടെ ഫയൽ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രീ ആയ ഞാൻ പാട്ട് തുടങ്ങും. അതാണ് അപ്പോസ്തലന്മാർ അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു, പിന്നെന്ത് ചെയ്തു? പാടി. സന്തോഷമുള്ളപ്പോഴല്ലേ പാട്ട് പാടുന്നു. പാടി. അപ്പോൾ ഫയൽ എവിടെ ചെന്നു? നീ ചിരിച്ചാൽ ഫയൽ അവിടെ. കൈ കൊടുത്ത് പറ. നീ ഭാരപ്പെട്ട ഫയൽ ഇവിടെ. ഹലോ ഹലോ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, പാടി എന്ന് പറഞ്ഞാൽ ഫയൽ എവിടെ ചെന്നു? സ്വർഗത്തിൽ ചെന്ന് മറുപടി അന്നേരം വന്നു. ഉടൻ ആക്ഷനാ. നീ ഭാരം വിട്ടാൽ ഉടൻ ആക്ഷനാ. നീ ഡാൻസ് ചെയ്താൽ ഉടൻ ആക്ഷനാ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾ ചോദിച്ച്, ഫയൽ നിങ്ങളുടെ തലയിലാണോ കർത്താവിന്റെ കയ്യിലാണോ എന്ന് ചോദിച്ചു. കർത്താവിന്റെ കൈ ചെന്നവർ തുള്ളിച്ചാടും, സ്വന്തം തലയിലിരിക്കുന്നവർ ഭാരപ്പെട്ട് നിൽക്കും. എവിടെയാണ് ഫയൽ? അവനാ ഭാരം ചുമക്കാമെന്ന് പറഞ്ഞേ. ഇതാ നിങ്ങളുടെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് കുരിശിന്മേൽ കയറി അവൻ ചുമന്നു. ഞാൻ തുള്ളിച്ചാടി നടക്കും. അപ്പൊ അപ്പോസ്തലന്മാര് പ്രാർത്ഥിച്ച് ഭാരത്തിന്റെ ഫയൽ അങ്ങോട്ട് കൊടുത്ത് ഇവിടെ പാട്ട് തുടങ്ങിയപ്പോൾ എന്തോ സംഭവിച്ചു? പെട്ടെന്ന്, ഇങ്ങനെ അടുത്ത വാക്യം, പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ വീണുപോയി, എല്ലാവരും സ്വതന്ത്രരായി. അവരെ ജയിലിനകത്തിട്ട പുള്ളി അവരുടെ അടുക്കൽ മുട്ടുകുത്തി, അവർ സ്നാനപ്പെടുത്തി. ആ ദേശത്തൊരു സഭ ആരംഭിച്ചു. ശുശ്രൂഷകരെ, ശുശ്രൂഷയിൽ ഭാരം ചുമക്കരുത്. നീ ഫ്രീ ആയാൽ ദേശങ്ങൾ വിടുതലാകും. ശുശ്രൂഷകർക്ക് ഭാരം കൊണ്ടുവരിക എന്നുള്ളതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. ഏത് പ്രതിസന്ധിയിലും തുള്ളിച്ചാടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഈ രണ്ട് സൗഖ്യങ്ങളാണ് ഇന്ന് നടന്നത്. ഒന്ന്, വീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു സൗഖ്യം നടന്നു. ഒന്ന്, ഇന്നിവിടെ വന്ന് നടന്ന സൗഖ്യം എന്ന് പറഞ്ഞാൽ ഈ കൈ പൊക്കത്തില്ലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു. കൈ പൊക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞരമ്പ് വലിയുന്ന പോലെയുള്ളൊരു ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായെന്ന് സഹോദരി സാക്ഷ്യം പറഞ്ഞിരിക്കും. എനിക്ക് ഇവിടെ ബ്രദർ പറഞ്ഞില്ലായിരുന്നോ, ഞങ്ങൾക്ക് ഫയല് കർത്താവിനെ വിട്ടുകൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഫയല്, ഭാരമാകുന്ന ഫയല് കർത്താവിന് കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ പ്രസംഗിച്ചല്ലോ. അത് ഈ മകള് പിടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ പിടിച്ചെടുത്തു. അത് ഈ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ കശത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഞരമ്പെല്ലാം കൂടി. അതിപ്പോൾ കാണാനില്ല. അത് കാണാനില്ല. എന്തോ പറ്റിയതാ കൈക്ക്? ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നു. ഇവിടെ വരുമ്പോഴും ഇങ്ങനെ നരമ്പ് തൂങ്ങിക്കിടപ്പുണ്ടോ? ഇപ്പം കാണാനില്ല. അത് കാണാനില്ല. അത്ഭുത സൗഖ്യമായി. സിസ്റ്റർ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? അത് എനിക്ക് ശരിക്കും കൈ മേലെ പൊക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പൊക്കാൻ പറ്റുന്നുണ്ടോ? കറക്കാനൊക്കെ പറ്റും. ബ്രസ്റ്റിൽ കുത്തി കുത്തി ഉളയിലൊക്കെ ആയിരിക്കും. കൈ ശരിക്കും അടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നന്നായിട്ട് എനിക്ക് അടിക്കാൻ പറ്റുന്നുണ്ട്. കൈ ഒന്ന് പൊക്കിക്കേ. രണ്ടാമത്തെ സൗഖ്യം, ഞാൻ TV കണ്ടുകൊണ്ടിരുന്ന ബ്രദർ, ഒരു സഹോദരി തലയിൽ ട്യൂമറായിട്ടൊന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ആ സഹോദരിക്ക് കീമോ ചെയ്ത് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ അനിയത്തി പറയാൻ ഞാൻ കിടക്കുമായിരുന്നു. ഞാൻ 1.5 മാസം ഫുഡ് കഴിക്കാതിരിക്കും. പക്ഷേ എനിക്ക് നടക്കാൻ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ സഹോദരി കൊടുത്ത സൗഖ്യം എനിക്കും തരണേന്ന്. നാക്ക് ഫുള്ളും കറുപ്പായിരുന്നു. നാക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ചിക്കനും കൂട്ടി കഴിച്ചു. 1 മാസം ഭക്ഷണം കഴിക്കാൻ മേല. അപ്പം നീ TV-യിൽ ഇതുപോലൊരു സാക്ഷ്യം കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? ഒന്നും അനുഭവപ്പെട്ടില്ല. പ്രത്യേകിച്ച് അനുഭവപ്പെട്ടൊന്നുമില്ല. ഒന്നുമില്ല. അന്ന് മുതൽ ഇപ്പം ഭക്ഷണമെല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട്. ആ പിറ്റേ ദിവസം തൊട്ട് ആ നാക്കിലെ കറുപ്പെല്ലാം പോയി. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ 20 വർഷം കൊണ്ട് എനിക്ക് മുട്ടുവേദനയുണ്ട്. 20 വർഷം കൊണ്ടുണ്ട്. അപ്പം ഞാൻ കഷായം ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പറയുന്ന എല്ലാ ഡോക്ടർമാരുടെ അടുത്തും ഞാൻ പോകുന്നു. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ്, കർത്താവേ, എനിക്ക് ഇങ്ങനെ എൻ്റെ എല്ലാ മാതാപിതാക്കളും
മകൻ്റെ മക്കളെ വിവാഹങ്ങൾ വിളിക്കാൻ പോകുന്നുണ്ടല്ലോ, എനിക്ക് പോകാൻ കഴിയാതെ ഞാനിങ്ങനെ ഈ ഭവനത്തിൽ ഇരിക്കുന്നല്ലോ, എന്നെ ഇതിൽ നിന്നൊരു വിടുതൽ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ഈ ചാനൽ വെച്ചപ്പോൾ ഇങ്ങനെ വട്ടപ്പാറ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ദാസൻ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെയാണോ ഇന്ന് വന്നേ? അങ്ങനെയാ ഞാൻ ഇന്ന് വന്നേ. ഇന്നിപ്പോ സംഭവിച്ചത് എന്നാന്ന് പറഞ്ഞേ? സംഭവിച്ചത്, എനിക്ക് ഇവിടെ വന്നേലും ഞാൻ കാല് പൊക്കി, ഞാൻ ചാടി, ഞാൻ ഇത്ര നേരം പ്രാർത്ഥിച്ചു. ആണോ മോനെ? അതെ അതെ അതെ, സൗഖ്യമായി, ഞാൻ സൗഖ്യമായി. പിന്നെ എനിക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോ ഇപ്പൊ ആ മുട്ടിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ മുട്ടന് എനിക്കത് ഇങ്ങനെയൊക്കെ ചാടാൻ എനിക്ക് അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു. അങ്ങോട്ടൊന്ന് ഓടിയിട്ട് ഇഞ്ഞ് വന്നേ. ഓ അത്ഭുതമായി, ഇത് അത്ഭുതം. ഓടിയിട്ട് എഴുന്നേറ്റ് സ്തോത്രം. കുഴപ്പമില്ല. അങ്ങനെ അവിടെ കർത്താവ് ഡയറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തു. എൻ്റെ ഭാരം ഉള്ളിൽ വെച്ചിരിക്കുകയല്ലേ, ഞാനത് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി. ഓ, ഫയല് കർത്താവിന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ഫയല് കൊടുത്തതായി കാണുന്നത്. ഭാരത്തിന്റെ ഫയൽ യേശു ഫയല് കൊടുത്തപ്പോൾ ഞാൻ ചാടി. ഒരു ആയ്പും വിയർപ്പും എല്ലാം വന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നേ. അപ്പോൾ എൻ്റെ ഹൃദയത്തിന് ഒരു ചെറിയ ആയ്പുണ്ടായിരുന്നു. അപ്പോൾ ശകലം കൂടെ അങ്ങോട്ട് ഇടുപ്പും ഇതെല്ലാം കൂടെ ഒന്ന് പിന്നെ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ മറിഞ്ഞങ്ങ് ഇരുന്നു. പിന്നീട് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ എനിക്ക് വിചാരിച്ച്, കർത്താവ്, എനിക്ക് ഈ ദൈവസന്നിധിയിൽ എനിക്ക് സാക്ഷിയായി നിൽക്കാൻ കഴിയില്ലേ? ഞാൻ അവിടെ നിന്ന് എന്തുവാ ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് പ്രാർത്ഥിക്കുന്നേ? കർത്താവിൻ്റെ ദാസൻ അവിടെ വരുന്നല്ലോ, എന്നെ അവിടെ കൂട്ടിച്ചേർക്കണം, എനിക്ക് ഇത്രയും ജനങ്ങളുടെ മധ്യേ വൻ സാക്ഷിയായി നിൽക്കണം. എനിക്ക് വൻ സാക്ഷിയായി നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവ് 20 വർഷം കൊണ്ട് എൻ്റെ ഭർത്താവാണ്. എൻ്റെ കുടുംബാരി അത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ മക്കളാര്യം നോക്കുന്ന, എനിക്ക് ഇറങ്ങാനോ കയറാനോ ഒന്നിനും വയ്യ. എൻ്റെ ഭർത്താവ് എൻ്റെ തൂണായി അന്നും ഇന്നും കൂടെ ഇരിക്കുന്നു. ആണോ? അതെ അതെ, എൻ്റെ അച്ഛനാണ് എല്ലാത്തിനും. ഈ മുട്ടുമേലാത്തോണ്ടാണ്. അതെ, അമ്മയ്ക്ക് രാവിലെ എഴുതിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ചൊക്കെ നടന്നാൽ മതി, പിന്നെ അമ്മയ്ക്ക് അന്ന് ദിവസം പോക്കാണ്. ഇന്നിപ്പം മോൻ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇപ്പോൾ വിടുതലായി. അല്ലാതെ എൻ്റെ അമ്മ ഇത്ര പതുക്കെ പോലെ ഇത്ര ഇങ്ങനെ നടക്കാറില്ല. വളരെ പാടുപെട്ടാണ് എൻ്റെ അമ്മ നടക്കുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മച്ച കാലം തൊട്ട് ഞാൻ അമ്മ ഇങ്ങനെയാണ് കാണുന്നത്. ഇന്നാണ് ഇങ്ങനെ ഓടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. മോൻ 6 മാസമായപ്പം തുടങ്ങിയതാ. ഈ മോന് 6 മാസമായപ്പം തുടങ്ങിയതാ. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ വളർത്തണം, കുടുംബകാര്യങ്ങളെല്ലാം നോക്കണം. എന്നെ കൊണ്ട് പിന്നെ പറ്റില്ലാതായി. ഞാൻ ഈ തൊഴിലിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 3 വർഷം കൊണ്ട് വീട്ടിൽ അതും ഇരിപ്പായി. ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കണ്ടപ്പോൾ കർത്താവിൻ്റെ ദാസനെ ഞാൻ കാണും, രാത്രിയും എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം, ഇവിടെ വന്നാൽ എനിക്ക് ഇനി ഇവിടെ കർത്താവ് ഇങ്ങനെ മൊത്തത്തിൽ നടന്ന് എല്ലാവർക്കും സുഖം കൊടുക്കുമ്പോൾ ഒരു അല്പമെങ്കിലും എനിക്ക് തരുമെന്നൊരു വിശ്വാസത്തോടെ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി നമ്മുടെ ഭാരങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി എന്നേക്കുമായി നമ്മുടെ എല്ലാ ഭാരങ്ങളെയും മാറ്റി 30 വർഷം രോഗാവസ്ഥയിലിരുന്ന രോഗി സൗഖ്യമാകുന്നു, ക്യാൻസറുകൾ മാറുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. യേശു വാസ്തവമായി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒറ്റ മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഭാരങ്ങൾ ഇപ്പോൾ അവരെ വിട്ടുമാറട്ടെ. ആ വസ്തുക്കളെക്കുറിച്ചുള്ള ചിന്തകൾ, കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, ജോലിയെക്കുറിച്ചുള്ള ചിന്തകൾ, ആകുലങ്ങൾ, കർത്താവെ അങ്ങ് പറഞ്ഞല്ലോ, സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുവേൻ. അങ്ങ് കരുതിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ കർത്താവെ സ്തോത്രം ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആവശ്യങ്ങളായിരുന്ന നല്ല പിതാവാണ് അങ്ങ്. അതെല്ലാം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ എന്തിനെക്കുറിച്ച് അവർ ഭാരപ്പെടുന്നു, ആ ഭാരങ്ങൾ മാറട്ടെ. അപ്പോൾ തന്നെ അതിന് മേലൊരു അത്ഭുതം നടക്കട്ടെ, അത്ഭുത വിടുതൽ നടക്കട്ടെ. വിസാകൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ.
റിലീസാകട്ടെ. ജോലികൾ യേശുനാമത്തിൽ റിലീസാകട്ടെ. ബ്ലോക്കായി കിടക്കുന്ന പണം യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ. സാമ്പത്തികമായി വലിയൊരു ബ്രേക്ക് ത്രൂ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ജപ്തികൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വസ്തു സംബന്ധമായ വിഷയങ്ങളുടെ മേൽ അത്ഭുതകരമായൊരു വിടുതൽ നടക്കട്ടെ. അപ്പോൾ തന്നെ സ്തോത്രം. ആശുപത്രികളിൽ ആയിരിക്കുന്ന രോഗികൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരു കുഞ്ഞ് രോഗാവസ്ഥയിൽ കിടക്കുന്നോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിന് അത്ഭുത രോഗസൗഖ്യം നടക്കട്ടെ. കർത്താവേ, ഇപ്പോൾ തന്നെ അങ്ങ് വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, പൂർണ്ണ വിടുതലാകട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തികമായി സ്തോത്രം ഭാരപ്പെട്ടിരിക്കുന്ന വേദനിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ അത്ഭുതം നടക്കട്ടെ. എൻ്റെ കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. വീണ്ടും കർത്താവ് എടുത്തു പറയുകയാണ്, സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യിക്കുക. ജപ്തി നടക്കത്തില്ല, യേശു അല്ലേ ഉള്ളത്, നടക്കത്തില്ലെന്നേ. ഇത് യേശു അത്ഭുതം ചെയ്യും. നോക്കിയ ശീമോൻ്റെ പടകിനെ നിറച്ച് ഈ കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ വലിയ വാതിലുകൾ കർത്താവ് തുറക്കാൻ പോവുക, വലിയ വഴികൾ തുറക്കാൻ പോവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്തികൾ മാറിയ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ ഭവനത്തിൽ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ നമ്പറിൽ വിളിച്ചറിയിക്കണം. അത് അനേകർക്ക് വിടുതലിന് മുഖാന്തരമാവും. കർത്താവ് സമൃദ്ധമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.